ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി കാർത്തിക് സൂര്യയുടെ യൂട്യൂബ് ചാനലിലൂടെ കണ്ടുണ്ടാക്കിയതാണ് കേട്ടോ. ശശാം ബ്രോയുടെയും തനു ബ്രോയുടെയും ഉമ്മാരെ റെസിപ്പിയാണ് കേട്ടോ ഇത്. ട്രിവാൻഡ്രം ചിക്കൻ ഫ്രൈ. നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ചിക്കൻ ഫ്രൈ. എല്ലാവരും വീട്ടിൽ തയ്യാറാക്കി നോക്കുക. എനിക്ക് അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ടു. താങ്ക് യു കാർത്തിക് സൂര്യ. വീഡിയോയൊക്കെ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം ഒരു പാത്രം എടുത്ത് കാശ്മീരി ചില്ലി, നോർമൽ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, കറി മസാല, ഉപ്പ്, എണ്ണ, നാരങ്ങ നീര്, ഇതെല്ലാം നമുക്ക് ചിക്കൻ ആവശ്യമായിട്ടുള്ള നമുക്ക് തോന്നുന്ന അളവിൽ ചേർക്കണം കേട്ടോ. ഒന്നും കൂടി പോകരുത്. എണ്ണ ഇവിടെ ഞാൻ വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. 2 ടേബിൾ സ്പൂൺ ഒഴിച്ചിട്ടുണ്ട്. നാരങ്ങ 1/2 പകുതിയാണ് ഇവിടെ ചേർക്കുന്നത്. ഞാൻ 1/2 കിലോ ചിക്കനിലാണ് ഈ റെസിപ്പി ഉണ്ടാക്കുന്നത്. അതിനുശേഷം കോൺഫ്ലെക്സ്, പെരുംജീരകം മുഴുവനോടെ ഉള്ളത്, അരിപ്പൊടി, കോൺഫ്ലോർ ഇത്രയും ചേർത്തതിന് ശേഷം ചിക്കൻ ഇട്ട് കൊടുത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്നതാണ് കേട്ടോ. കൈ വെച്ച് തന്നെ നന്നായി മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് എല്ലായിടത്തും ഒരുപോലെ തന്നെ എല്ലാ മസാലയും പിടിക്കണം കേട്ടോ ചിക്കന് നന്നായിട്ട്. നന്നായി മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കൊച്ചുള്ളി, 1 പച്ചമുളകും കുറച്ച് കൊച്ചുള്ളിയും 2 അല്ലി വെളുത്തുള്ളി തൊലിച്ചത്, പിന്നെ ഈ കനത്തിനുള്ള ഇഞ്ചിയാണ് ഇവിടെ ഞാൻ നന്നായി മിക്സിയിലിട്ട് ചതച്ചെടുത്തിട്ടുണ്ട്. ചതച്ച മിക്സ് ചിക്കനിലേക്കിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ആക്കുന്നതിന് മുന്നേ ഒരു മുട്ട കൂടി പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. എല്ലായിടത്തും ഒരുപോലെ നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നന്നായി മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി 2 ഏലയ്ക്ക, 4 ഗ്രാമ്പു, കുറച്ച് പട്ട, ഞാൻ വീഡിയോയിൽ കാണിക്കുന്നുണ്ടല്ലോ അതുപോലെ കുറച്ചേ എടുക്കാവൂ. ചിക്കനിൽ ഓവറായി പോയാൽ കൊള്ളില്ല. അത് ഒരു ഇടികല്ലിലിട്ട് നന്നായി ഇടിച്ചതിന് ശേഷം ചിക്കനിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതും നന്നായി മിക്സ് ചെയ്തെടുക്കാം. നന്നായി മിക്സാക്കി എടുത്തിട്ടുണ്ട്. അതിന് ശേഷം 2 കറിവേപ്പില ചേർക്കുന്നുണ്ട്. അതും നന്നായി മിക്സ് ചെയ്ത് വയ്ക്കാം. ഇനി ഇതൊരു അരമണിക്കൂർ നന്നായി റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. അതിന് ശേഷമേ നമ്മൾ പൊരിക്കാവൂ കേട്ടോ. കുറഞ്ഞതാണ് അരമണിക്കൂർ. നല്ല മസാലയൊക്കെ അതിൽ പിടിച്ച് കിട്ടാൻ വേണ്ടിയാണ്. ഇപ്പോൾ അരമണിക്കൂർ ആയിട്ടുണ്ട്. അതിനുശേഷം ഒരു ഇരുമ്പിച്ചട്ടി വെച്ചതിന് ശേഷം നല്ല വെളിച്ചെണ്ണ ചിക്കൻ മുങ്ങിക്കിടക്കുന്ന രീതിയിൽ വെളിച്ചെണ്ണ വീത്തി കൊടുക്കാം. അത് നന്നായി ചൂടായതിന് ശേഷം കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ടതിന് ശേഷം നന്നായി ചൂടായിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ എണ്ണയൊക്കെ. അതിനുശേഷം നമുക്ക് ഓരോ ചിക്കൻ പീസായിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ തീ ഫുൾ ഫ്ലെയിമിലാണ് കേട്ടോ ഇരിക്കുന്നത്. എല്ലാം ഇട്ടതിന് ശേഷം 1 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം തീ ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം. ഇപ്പോൾ തീ ഒന്ന് ലോ ഫ്ലെയിമിലാണ് കേട്ടോ വെച്ചേക്കുന്നത്. വലിയ ഫ്ലെയിമിൽ വെക്കരുത്, എനിക്ക് കരിഞ്ഞു പോവും. ചിക്കനൊക്കെ ഉള്ളൊക്കെ ഒന്ന് വെന്ത് കിട്ടണമല്ലോ. ഒരു സൈഡ് ആയതിന് ശേഷം എല്ലാ പീസസും നന്നായി മറിച്ചിട്ട് കൊടുക്കാം. ചിക്കനെല്ലാം നന്നായി മറിച്ചിട്ടിട്ടുണ്ട്. ഇനി ആ സൈഡ് നന്നായി ആയതിന് ശേഷം ഒന്നുകൂടെ മറിച്ചിട്ട് കൊടുക്കാം. കുറച്ചുകൂടെ മൊരിഞ്ഞ് കിട്ടും. അപ്പോൾ
ഇപ്പോൾ 2 സൈഡ് നന്നായി മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കത് സെർവ് ചെയ്യാം. ഇപ്പോൾ കുറച്ച് ഒരു ബാച്ച് ഇട്ടത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തത് ഇട്ട് കൊടുക്കാം. അതും നേരത്തെ ഇട്ട പോലെ തന്നെ ഇപ്പോൾ ഫ്ലെയിം നന്നായി കൂട്ടി വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഒരു കറിവേപ്പില ഇട്ട് അത് ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും ചിക്കൻ എല്ലാം ഇട്ട് നന്നായി ഫ്രൈ ചെയ്തെടുക്കുക. 1 മിനിറ്റ് ഫ്ലെയിം കൂട്ടി വെച്ചതിന് ശേഷം കുറച്ച് ലോ ഫ്ലെയിമിൽ വെക്കുക. ഒരു 8 മിനിറ്റ് വരെയൊക്കെ എടുക്കും കേട്ടോ, നമ്മൾ റെഡി ആയിക്കട്ടെ. അര കിലോയിൽ കൂടുതലുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ ചിക്കൻ. അത് 3 പാച്ച് എടുത്താണ് ഞാൻ റെഡിയാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ അടുത്ത രണ്ടാമത്തത് റെഡി ആയിട്ടുണ്ട്. അത് നമുക്ക് കോരി മാറ്റാം. അപ്പോൾ ഈ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ട് കേട്ടോ, ഞാൻ വെറുതെ പറയുന്നതല്ല. അടിപൊളിയാണ്. കാർത്തിക് സൂര്യ പറഞ്ഞത് കറക്റ്റായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. കാർത്തിക് സൂര്യ പറഞ്ഞത് അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മൾ കഴിച്ചുകൊണ്ടേ ഇരിക്കും. അടിപൊളി ടേസ്റ്റാണ്. എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു. ഇവിടെയുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. എല്ലാവരും അപ്പോൾ തയ്യാറാക്കി നോക്കുക. അപ്പോൾ വീഡിയോയൊക്കെ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. ബൈ.